കഴിച്ചോളൂ. അതെ, ഇനി വേറെ എന്തെങ്കിലും വേണോ? ഇത് തന്നെയാണ് അവസ്ഥ. ഒന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്, താല്പര്യങ്ങളുണ്ട്. മനുഷ്യനാണ്, താല്പര്യങ്ങൾ മാറും, ഇഷ്ടം. എല്ലാവർക്കും നമസ്കാരം. പൗർണമി തിങ്കൾ എന്ന് പറയുന്ന സീരിയലിലൂടെ അത്യാവശ്യം ആളുകളിലേക്ക് ശ്രദ്ധ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഗൗരി കൃഷ്ണ എന്ന് പറയുന്ന ഒരു സീരിയൽ നടി. അവര് കല്യാണം കഴിച്ചത് അതേ സീരിയലിലെ ഡയറക്ടറായിട്ടുള്ള മനോജ് പേയാട് എന്ന് പറയുന്ന വ്യക്തിയാണ്. രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ എന്തൊക്കെയോ അവരെ അലട്ടുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് രണ്ടുപേരും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് എത്തി. എന്തായാലും സത്യത്തിൽ എന്താണ് അവരുടെ ഇടയിലെ പ്രശ്നം, ഇത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകും. നമുക്ക് എന്തായാലും കുറച്ചൊന്ന് പരിശോധിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഗൗരി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഒളിച്ചോടി അവിഹിതം ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിതങ്ങൾ തൊലപ്പിച്ച് നശിപ്പിച്ച് നാറാണത്താക്കി ശകലെ പോലെയൊക്കെ ഒളിച്ചോടി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ കാണും നല്ലത് ഡിവോഴ്സ് ആണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല, നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല, ലൈഫ് ഭയങ്കര ശോകമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിനപ്പുറം ഒരു ഓപ്ഷൻ, നല്ലൊരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടെ, ഈ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഡിവോഴ്സ് ആയിട്ട് പോകും, നിയമപരമായിട്ട് വേർപിരിഞ്ഞ് രണ്ട് വഴിക്ക് 4 വഴിക്ക് പോകും. നമുക്കത് വിഷയമുള്ളൊരു കാര്യമല്ല. അല്ലാതെ ഒരു പാർട്ട്ണറിനെ വെച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് മറ്റൊരാളിനെ അപരാധിക്കാനും അവിഹിതം പിടിക്കാനും പോകുന്നത് നമുക്കൊരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. 4 മാസം മുന്നേ ഗൗരി ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഡിയർ മീഡിയ, kindly be considerate with your words and captions. Please respect our privacy. We have decided to live separately as our priorities in life are different. However, we continue to share a bond of friendship. I humbly request the media not to cause us any discomfort. I am currently going through a difficult phase dealing with depression and meditation. യുവർ കൈൻഡ്നസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വുഡ് മീൻ എ ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഗൗരി ഒരു 4 മാസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അന്ന് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അവരുടെ പ്രൈവസിയെ മാനിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഒരു പോസ്റ്റ് ഇട്ട് അവരുടെ റീസൺ, ഡിവോഴ്സ് ആൻഡ് റീസൺ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താണ്ട് അവരതങ്ങ് പറഞ്ഞ് നൈസായിട്ടൊരു പോസ്റ്റ് ഇട്ടങ്ങ് തീർത്ത്. എന്നാൽ മനോജ് പേയാട് ഒന്നും വേണ്ടിയിട്ടില്ല ഇന്നേ വരെ. എന്നാൽ റീസൺലി ഗൗരി പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. അവിടെ എവിടേക്കോ മനോജിനെ കുത്തിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തായാലും മനോജ് പ്രതികരിക്കും എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് ആയിട്ടുകൊണ്ട് നമുക്ക് എന്തായാലും അത് നോക്കാം, ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. അപ്പം ഗൗരി പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായല്ലോ നൈസായിട്ട്. പിന്നെ ഏതോ റിലേഷൻഷിപ്പ് ആയാലും ഡിവോഴ്സ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ, ഇനി ഡിവോഴ്സ് ആവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാർട്ട്ണറിന്റെ മാത്രം തെറ്റാണെന്നൊന്നും ചിലപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 പേരുടെ തെറ്റും കാണും. ചിലപ്പോൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും തെറ്റുകളൊക്കെ കാണും. അത് കണ്ടുപിടിച്ചും പല വിഷയങ്ങളാൽ അവർ വേർപെട്ടു പോകുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു പാർട്ട്ണർ വെറും ശോഭമായിരിക്കും. ചിലപ്പോൾ ഭർത്താവ് എന്ന് പറയുന്നവൻ വെറും അറിയായിരിക്കും. ഭാര്യ പാവം അനുഭവിക്കുന്നതിന് കൈയും കണക്കും കാണില്ല. ഇനി ചിലപ്പം ഭർത്താവ് പാവമായിരിക്കും, ഭാര്യ ചെയ്യുന്ന ക്രൂരതകൾക്ക് കൈയും കണക്കും കാണില്ല. ഇങ്ങനെ പല രീതിയിലാണ് ഡിവോഴ്സിലോട്ടൊക്കെ പോകുന്നത്. നല്ലതാണ്. പകരം ഭർത്താവ് കൊള്ളൂല അല്ലെങ്കിൽ ഭാര്യ കൊള്ളൂല എന്ന് പറഞ്ഞാൽ അവിഹിതം പിടിക്കാനും അപരാധം ഉണ്ടാക്കാനും പോകാതിരിക്കുക. ദാറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. ഇനി 1 വർഷം ബാക്ക്, അതായത് ഐ തിങ്ക് ഒരു 1.5 വർഷം അടുപ്പിച്ച് വരും. അത്രയും നാളുകൾക്ക് മുന്നേ ഗൗരി ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജേട്ടനെ കാണുന്നില്ല. മനോജേട്ടൻ ഒരു ഡയറക്ടറാണ്. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇത് ഏതാണ്ട് ഒരു 1.5 വർഷം ബാക്ക് അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിനുശേഷമൊക്കെ ഉള്ള വ്ളോഗിങ്ങിലൊക്കെ ഉള്ള ആ ഒരു സമയത്തുള്ള ഒരു മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിൽ പറയുന്നതാണ്. അതായത് നിങ്ങളെ വ്ളോഗിലൊന്നും മാനേജായിട്ടാണ് കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. നാട്ടുകാർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെ സകലമായ കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് അവർ എന്ന് നിങ്ങളെ വാച്ച് അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കാണും. അപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരാളെ കാണാതാകുമ്പോൾ അവർ ചോദിക്കും എവിടെ പോയി അയാൾ. ഇപ്പൊ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിന്റെ വീട്ടിലാരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കത്തില്ല. അതിന്റെ റീസൺ ഞാൻ ഇന്നേ വരെ അവരാരെയും എൻ്റെ വീഡിയോ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഡിവോഴ്സ് ആയോ, ഞാൻ കല്യാണം കഴിച്ചോ, ഇതൊന്നും ആരും എന്നോട് ചോദിക്കത്തില്ല. ചോദിക്കേണ്ട ആവശ്യമില്ല. ആർക്കും അവരെ ഒന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്നെ 2 ദിവസം കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാരെ നീ ചത്ത, നീ ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അല്ലാണ്ട്
വേറെ ആരെയും എൻ്റെ വീട്ടിലുള്ള ആരെയും ഒന്നും ആരും ചോദിക്കാറില്ല. അത് ചോദിക്കേണ്ട ആവശ്യം അവർക്കില്ല, ആരും ചോദിക്കത്തില്ല. കാരണം എന്നെ മാത്രമാണ് എൻ്റെ ഓഡിയൻസ് കാണുന്നത്. അപ്പോൾ അവർക്ക് എന്നെ കാണാതായാലേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഗൗരിയെ സംബന്ധിച്ചൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ തുപ്പണം എല്ലാ കാര്യവും എടുത്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരാളെ കാണാതാകുമ്പോൾ നാട്ടുകാർ ചോദിക്കും. അതിന് മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കാം. അല്ലാണ്ട് അതിന് എൻ്റെ മനോജ് ചേട്ടൻ കിങ് ആണ്, എൻ്റെ മനോജ് ചേട്ടന് കുറേ ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഹെയ്റ്റ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ വെറുപ്പിക്കാതെ നിങ്ങൾ നിലനിർത്തേണ്ടത് നിങ്ങളുടെ കഴിവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 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 ഇതാണ്. അത് നിങ്ങൾ നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വായിരിക്കണ നാട്ടുകാരെ വായിരിക്കുന്ന കേൾക്കും. പ്രത്യേകിച്ച് നിങ്ങളെ പറ്റിയിട്ട് പറയുന്നതിൽ മിക്ക കമന്റ് ബോക്സുകളിൽ ഞാൻ കണ്ടത് അഹങ്കാരിയാണ്, അവൾക്ക് 2 കൊമ്പ് കൂടുതലാണ്, കുന്തളിപ്പുള്ളവളാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഓഡിയൻസ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കാൻ പഠിക്കുക. അല്ലാത്ത പക്ഷേ അവർ പിന്നെ നമ്മളെ കാണത്തുമില്ല, നമ്മളെ എടുത്ത് എറിഞ്ഞിട്ട് ഓടാ പുല്ലെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകും. അവർക്ക് മറ്റു തലയിൽ കൂടി ലോറി ഓടുന്നൊന്നുമില്ല. പറഞ്ഞെന്നേ ഉള്ളൂ ഗൗരിയുടെ അടുത്ത്. ഇനി എന്തായാലും മനോജ് ചേട്ടനായിട്ടും ഗൗരി ആ ഒരു ടൈമിൽ തന്നെ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണാം. പറയുന്നവർക്ക് എന്തും പറയാനില്ല. നമ്മളെന്താണ്, നമ്മൾ എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ പറയുന്നവർ അവരുടെ ഫീഡ്ബാക്കിനും അവർക്ക് അതിന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നു. അതെ, രക്ഷപ്പെടുന്നുവെങ്കിൽ അവർ രക്ഷപ്പെടും. നമ്മൾ കാരണം അവർ വേറെ ഒരാൾക്ക് ഒരു ലൈഫ് കിട്ടുകയാണ്, അല്ലെങ്കിൽ പോട്ടെ. നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെങ്ങനെ പോകുന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടല്ലോ. അത് തന്നെ മാത്രമല്ല, ഇതിന് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചടിച്ചു, അതിനെ മറിച്ചടിച്ചു, പിന്നെ അവർ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു, ഞങ്ങൾക്ക് അത്ര വാല്യൂ ഒന്നുമില്ല, ഞങ്ങൾ പറയാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. പ്രതികരിക്കാതിരുന്നാൽ അവർ പറയുന്നത് അവർക്കിഷ്ടം, നമ്മളെന്താണെന്നുള്ളത് നമ്മുടെ രീതിക്ക് അങ്ങ് പോകും. ഓക്കെ, നൈസാ, അങ്ങനെ പറഞ്ഞത് കറക്റ്റാ. പറയുന്നവര് പറയട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ പോലെ ആണ്. പക്ഷെ ഈ പറയുന്നവർ എങ്ങനെയാ പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്? അവർ ചോദിക്കാനുണ്ടാവുന്ന ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പബ്ലിക്കിൽ കൊടുക്കുന്ന ഔട്ട് അങ്ങനെയാണ്. കാരണം ഫാമിലി വ്ളോഗായാലും നിങ്ങളുടെ ഓരോ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ നൈസായിട്ട് മറുപടി കൊടുക്കുക. ഇപ്പം ഇയാൾ പറഞ്ഞതിൽ എനിക്ക് അത് തെറ്റൊന്നും തോന്നില്ല. പക്ഷെ ഗൗരി പറയുന്നതിൽ എന്തോ ഒരു ബൂസ്റ്റപ്പ് കൂടുതല. അത് കാണുമ്പോൾ നാട്ടുകാർക്ക് പിടിക്കത്തില്ല. ഞാൻ ആസ് എ ഓഡിയൻസ് എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഫാനും അല്ല, നിങ്ങളുടെ സ്ഥിരം ഓഡിയൻസും അല്ല. പക്ഷെ പബ്ലിക്കിൽ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ചാനലൈസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. എനിക്കെന്തോ ഒരു എവിടെ ഒരു അഹങ്കാരത്തിൻ്റെ സാധനം ഫീൽ ചെയ്തു, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി വേറൊരു ബൈറ്റ്, കല്യാണത്തിന് തൊട്ട് മുന്നേ ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് ഞാനൊന്ന് കൊടുക്കും. 32 വയസ്സൊക്കെ ആയിട്ട് എന്താ ഈ കല്യാണം ചുമ്മാ പറഞ്ഞ കേട്ടോ, എന്താ വയസ്സ് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. എനിക്കൊന്ന് ഓൾമോസ്റ്റ് 25-26 വയസ്സ് കാണുമായിരിക്കും. വിവാഹത്തെ കുറിച്ചൊക്കെ ഉള്ളൊരു തീരുമാനങ്ങൾ എന്തെങ്കിലും വിവാഹത്തെക്കുറിച്ച് ഏകദേശമൊക്കെ തീരുമാനമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ടല്ലേ, ഏകദേശം തീരുമാനമായി. ആളുടെ ജോലി ഇൻഡസ്ട്രി തന്നെയാണോ അതോ? പിന്നീട് പറയാം. എന്തായാലും എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയൂ. അത്രയും ഞാൻ ചോദിച്ചതല്ല. അതല്ല, വിവാഹം എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും പേഴ്സണൽ കാര്യമാണ്. ഞാനത് എന്തായാലും ഞാൻ അനൗൺസ് ചെയ്യും. അങ്ങനെ വലിയ ചടങ്ങായിട്ട് നടത്താനൊന്നും എനിക്ക്. എങ്കിലും അത് ഏകദേശം ആക്കി വെച്ചിരിക്കുകയാണോ? ജാതകമൊക്കെ നോക്കണം, അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അത് ഇൻഡസ്ട്രി നടത്തുന്നുള്ള ആളല്ല, വെളിയിൽ നല്ല ജോലിയുള്ള ഒരാൾ തന്നെ ആയിരിക്കും. ജാതകത്തിന്റെ കാര്യം പറഞ്ഞത്. എനിവേ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, എന്തായാലും അങ്ങനെയാണ് ഈ പറയുന്ന മനോജ് പേട എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ലവ് മാരേജ്. കാരണം ആളെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജാതകമൊക്കെ നോക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മേ ബി എന്നല്ല, ഈ പറയുന്ന പൗർണമി തിങ്കളുടെ ഡയറക്ടർ തന്നെയായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലായതാണോ ഇവ, എന്തേലും ആവട്ടെ, അതിപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യം. അങ്ങനെ അവർ കല്യാണം കഴിച്ചു, ജീവിതം തുടങ്ങി. ജീവിതം ഒന്നിച്ച് അങ്ങോട്ട് ജീവിച്ചപ്പോഴാണ് അന്ന് കണ്ട പ്രണയം പോലെയൊന്നും അല്ല എന്ന് പരസ്പരം മനസ്സിലാക്കുകയും അവർ വേർപിരിക്കുകയും ചെയ്തത്. ഇനി അവർ തമ്മിൽ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ മൈൽ സ്റ്റോൺ മേക്കറിൽ ഈ പറയുന്ന പോലെ രണ്ടുപേരും കൂടി ഇരുന്ന ഒരു കപ്പിൾ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ചെറിയൊരു ബൈറ്റ് കൊടുക്കാം. അങ്ങനെ വിളിക്കില്ല. അതെ, ഇത് മതിയോ, അത് വേണോ, ഞാനൊന്നും അങ്ങനെ അഡ്രസ് ചെയ്ത് വിളിക്കാറില്ല. ഇന്നലെ ആണെങ്കിലും എനിക്ക് ചൂടുവെള്ളം വേണോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ അതെ ചൂടുവെള്ളം വേണം. ചിത്രം സിനിമയില് പറയുന്ന പോലെ അതെ, ഊണ് കാലായി എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചോളൂ. അതെ, ഇനി വേറെ എന്തെങ്കിലും വേണോ? ഇത് തന്നെയാണ് അവസ്ഥ. അറിയാവുന്ന ഒരു പണി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, അത് പോരെ ഇനി? അല്ല, ഞാൻ ഫസ്റ്റ് നോട്ട് വഴക്കായിരുന്നെങ്കിലും ഞാൻ അട്രാക്ട്
ആയത് റൊമാൻറ്റിക് സീൻസ് ഒക്കെ വന്ന് അഭിനയിച്ച് ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നു. ഞാൻ വിഷ്ണു ഏട്ടനുമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ വന്ന് ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് അന്നേ മനസ്സിലായി നല്ലതായിട്ടൊരു ആക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. കാക്കിക്കുള്ളിലെ കലാകാരൻ. ഓക്കെ, അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. ഇതേ മൈൽസ്റ്റോൺ മേക്കറിൽ തന്നെ റീസെൻ്റ്ലി ഈ പറയുന്ന ഗൗരി ഒറ്റയ്ക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അവർ വളരെ ഡീസൻ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഒരു കുടുംബ ബന്ധം തകരണമെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഇപ്പം എൻ്റെ വീട്ടിലായാലും നിങ്ങളുടെ വീട്ടിലായാലും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേ ഒരു ഫാമിലി ലൈഫ് സക്സസ് ആകത്തുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡിവോഴ്സ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിനെ കവിഞ്ഞ് മറ്റൊരു നല്ലൊരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഡിവോഴ്സായി. അവർ രണ്ടുപേരുടെ വഴിക്ക് പോയി. പക്ഷെ നാട്ടുകാർ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി. നാട്ടുകാർക്ക് അറിയത്തില്ല ഇവരുടെ പ്രശ്നം എന്താണ്, ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവാനുണ്ടായ റീസൺ എന്താണെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ല. നാട്ടുകാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അലച്ചില്ലുമാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഫാൻസ്, വേറുള്ളവരൊന്നുമില്ല. ഈ സീരിയൽ അഡിക്ട്സ് ആയിട്ടുള്ളവരും പിന്നെ ഇവരെയൊക്കെ ഇഷ്ടമുള്ള കുറേ ആൾക്കാർ എന്തായിരിക്കും ഇവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ്. എന്തായാലും ഗൗരി റീസെൻ്റ്ലി കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് കൊടുക്കാം. മീഡിയ ഞാൻ ബ്ലെയിം ചെയ്ത് പറയല്ല, വളരെ മോശമായിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലി എൻ്റെ മാരേജിൻ്റെ സമയത്ത് അത് എന്നെ സീരിയസ്ലി എന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയും മീഡിയ അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ ഒരു അഹങ്കാരി എന്ന് പറഞ്ഞില്ല. ഡെഫിനറ്റ്ലി ഐ എം എ ബോൾഡ് വുമൺ. പക്ഷെ ബോൾഡ്നെസ്സും അഹങ്കാരവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ചില വ്യക്തികൾക്ക് ഈ ബോൾഡ്നെസ് അഹങ്കാരമായിട്ടാണ് തോന്നുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്താലോ നമ്മൾ ഒരാളോട് ധിക്കാരം പറഞ്ഞാലോ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അന്ന് കല്യാണത്തിന്റെ അന്ന് കാണിച്ച ആ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവരും ഇവൾ ആരാ ഇതെല്ലാത്തിലും ഇടപെടാൻ, ഇവൾ അഹങ്കാരി. സത്യം ലിറ്ററലി ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ തളരത്തില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ലാത്ത ഒരാളാണ്. അവർക്ക് എന്നെ അറിയില്ലല്ലോ. പക്ഷെ ആ ഒരു സമയം ലിറ്ററലി എൻ്റെ ആ കല്യാണം കഴിഞ്ഞുള്ള ഒരു 2-3-4 days എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ എനിക്ക് അതുപോലും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് സൈബർ ആക്രമണങ്ങളാണ് കിട്ടുന്നത് സീരിയസ്ലി. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ ബോൾഡായിട്ട് സംസാരിക്കും അഹങ്കാരം എന്ന് തോന്നാറുണ്ട്. എനിക്കും തോന്നാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഗൗരിയുടെ ചില സംസാരങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്ത് ജാട എന്ന് എനിക്ക് തന്നെ തോന്നി പേഴ്സണലി കേട്ടോ. ഞാൻ പല വീഡിയോസിലും ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു ഒരു അഹങ്കാരം കുറച്ച് കൂടുതലാണ് എന്നുള്ള സാധനം എനിക്ക് തോന്നി. അത് നമ്മളുടെ ബോൾഡ്നെസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും. ചില സമയത്ത് അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് പോലെയും ഫീൽ ചെയ്ത്, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, എന്തായാലും അന്ന് ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കല്യാണ സമയത്ത് ഇവരുടെ കല്യാണം നടക്കുന്ന ചടങ്ങ് കാണാൻ ആൾക്കാർക്കൊന്നും പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മീഡിയാസ് എല്ലാം കൂടി കയറി എൻ്റെ മുന്നിൽ കിടന്ന് നാട്ടുകാർക്ക് ചടങ്ങ് കാണാൻ പറ്റിയില്ല. വീട്ടുകാർക്ക് പോലും നേരെ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് ഇവരുടെ പാരൻസിന് ഈ ഓൺലൈൻ മീഡിയാസിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊന്നും അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ഗൗരി തന്നെ അവിടെ കയറി പറഞ്ഞു ഒന്ന് മാറിയിക്കൂടെ എന്നുള്ള സെറ്റപ്പിൽ ഒന്ന് പറഞ്ഞു. അത് ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത് എനിക്കും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഈ മുന്നിൽ വന്നിരിക്കുന്നവരും കല്യാണം ചടങ്ങൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഈ മീഡിയാസ് എല്ലാം കൂടി കയറി ഫ്രണ്ടിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചടങ്ങ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് മാറിയിക്കാൻ പറഞ്ഞാൽ എനിക്കും തെറ്റായിട്ടൊന്നും തോന്നിയില്ല. അത് പക്ഷെ അന്ന് അഹങ്കാരം എന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിൽ എനിക്ക് അതിൽ യോജിപ്പില്ല. കാരണം അത്രയും ആ ഒരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ആ ഒരു ഫീൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ സെലിബ്രിറ്റി ആവുമ്പം നമ്മളൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആവണം അറ്റ് ടൈംസ് എന്നപ്പോ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും. എനിക്കറിയാം എന്നേക്കാൾ വളരെ അഹങ്കാരികളായിട്ടുള്ള പലരും വളരെ നല്ല ഇമേജിലാവും. ഞാൻ ഒരിക്കലും എനിക്കൊരു കുറച്ചൊരു ബോധം വന്നേ പിന്നെ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാനത് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചിന്തിക്കും, ദൈവം അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളും പോലും പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ അഹങ്കാരിയാണെന്ന്. എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും പറയത്തില്ല. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മളായിട്ട്, പക്ഷെ എന്നെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് റിയലായിട്ട് നിൽക്കുക എന്നുള്ള അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് പറ്റില്ല. മറ്റുള്ളവരുടെ ഒരു പീപ്പിൾ പ്ലീസർ അല്ല, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അവർക്ക് വേണ്ടിട്ട് ജീവിക്കാൻ പറ്റൂല. ഞാൻ അവരെ ഉപദ്രവിക്കില്ല, അവരെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാൻ വിടും. പക്ഷെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം, അത് എനിക്ക് മസ്റ്റാണ്. ഓക്കെ, ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ പറയാ,
നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. അവിടെ നമ്മൾ ഫേക്ക് പേഴ്സണാലിറ്റി കൊണ്ടുവന്ന് നിന്ന് കഴിഞ്ഞാൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞു, അത് കറക്റ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ ഉള്ളിലുള്ള അതുപോലെ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ അതോടെ നമുക്ക് ആ ഒരു ബന്ധം നഷ്ടപ്പെടും. അപ്പം നമ്മൾ ഉള്ളിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷയം കാണത്തില്ല. ഫേക്ക് പേഴ്സണാലിറ്റി സംടൈംസ് മേക്ക് എ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സത്യസന്ധമായിട്ട് നമുക്ക് ഉള്ളിലുള്ളത് തുറന്ന് പറഞ്ഞ് നമ്മൾ സത്യസന്ധമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അഹങ്കാരിയാവും, സമൂഹത്തിൽ ചിലപ്പോൾ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും, ആരുടെ എന്നുള്ള സംസാരമൊക്കെ കേൾക്കേണ്ടി വരും. ഓക്കെ, അല്ലാത്ത പക്ഷം ഫേക്ക് പേഴ്സണാലിറ്റി ഇട്ട് എളിമയും കാണിച്ച് വളരെ കുലീനതനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സമൂഹം ആക്സെപ്റ്റ് ചെയ്യും. ഓ, ഇവൻ വലിയ നന്മമരമാണെന്ന് പറഞ്ഞ് എടുത്ത് വെച്ച് വാഴ്ത്തുകയും ചെയ്യും. ഏത് അത് സ്വാഭാവികമാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബാക്കി ഇപ്പൊ റീസെന്റ് ഒരു കോമന്റ് ഞാൻ കണ്ടതാണ്. ഞാനൊരു സെറ്റ് മുണ്ട് ഉടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഓ എന്ത് സുന്ദരിയാണെന്നൊരു ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ താഴെ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്, എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ ഇത് വരുമോ. സീരിയസ്ലി ആ കോമന്റിൽ ഞാനൊരു സ്ത്രീ ആണ് അത് ഇട്ടിരിക്കുന്നത്. എന്ത് കാര്യം, കുടുംബം തകർന്നില്ലേ? എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരാളുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ജസ്റ്റ് എ പാർട്ടാണ്, അല്ലാതെ അതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വന്നു, അത് ഓക്കെ ആയില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ എങ്ങനെ ഞാൻ എന്നിട്ടേ എൻ്റെ ലൈഫ് തകർന്നോ? ലിറ്ററലി ഐ എം വെരി ഹാപ്പി നൗ. അവിടെ എങ്ങനെയാണ് എൻ്റെ ലൈഫ് തകർന്നു എന്ന്? അതായത് ആ ഒരു കല്യാണം ഒന്ന് ബ്രേക്ക് ആയത് കൊണ്ട് അവർ പറയുന്നത് ഇനി എനിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം. അവർ തീരുമാനിച്ചു എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു, ഇനി എനിക്കൊരു ലൈഫില്ല. പക്ഷെ ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പാഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഞാൻ ജീവിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. എനിക്ക് ചില സമയത്ത് ചിരി വരും, സഹതാപം തോന്നും. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കട്ടെ അവരുടെ മരണം വരെ. കാരണം കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ഈ തിരിച്ചറിവ് അവർക്ക് വരുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തീർന്നു, ലൈഫ് തീർന്നു. അല്ല, ഞാൻ എപ്പോഴും ഇപ്പൊ ചിന്തിക്കുന്ന ദൈവമേ അവർക്ക് ആ തിരിച്ചറിവ് കിട്ടാണ്ടിരിക്കട്ടെ, അതാണ് എന്റെ പ്രാർത്ഥന. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ, എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, ഇറ്റ്സ് എ ഓപ്ഷൻ. നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നാളെ കല്യാണം കഴിച്ചു, എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല, ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. ഡിവോഴ്സ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. എന്തിനാണ് എൻ്റെയും ലൈഫ് സ്പോയിൽ ആവുന്നത്, അവളുടെയും ലൈഫ് സ്പോയിൽ ആവുന്നത്? രണ്ടുപേർക്ക് രണ്ട് ജീവിതമില്ലേ, ജീവിക്കുക നമ്മുടെ ഇഷ്ടത്തിന്. ആ കൂടി 10-60 ഇപ്പോഴത്തെ കാലഘട്ടം ഫുഡൊക്കെ വെച്ചിട്ട് 10-50 തന്നെ ആകുമ്പോൾ വീഴും. അമ്മേ മീ ഈ ഒരു സെറ്റപ്പിൽ വീഴുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇതൊക്കെ എന്തോ വലിയ അപരാധമായിട്ട് എടുത്ത് ഡിവോഴ്സ് വലിയ അപരാധമാണ്, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം, ജീവിതത്തിൽ ഒരിക്കലും വേർതിരിവില്ലാത്ത ബന്ധം രക്തബന്ധമാണ്. നമ്മുടെ അപ്പനമ്മ സഹോദരങ്ങൾ, ഈ ബന്ധങ്ങൾക്ക് മാത്രമേ വേർതിരിവില്ലാത്ത ബന്ധമായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്. ചിലപ്പോൾ പിരിയാതിരിക്കാം, ബാക്കിയൊക്കെ ഭാഗ്യം പോലെ എന്ന് പറയാം. അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും സോൾവ് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് കുടുംബ ബന്ധങ്ങളെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് വേറൊരു ക്വാളിറ്റി. പിന്നെ നമ്മുടെയൊക്കെ അപ്പൻ്റെ അമ്മയുടെ കാലഘട്ടത്തിൽ ഡിവോഴ്സൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ആണായാലും പെണ്ണായാലും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അവർ ഡിവോഴ്സിലോട്ടാണ് പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒന്നിച്ചു പോകണ്ട, അവർ ഡിവോഴ്സ് ചെയ്യുന്നു, പോകുന്നു, അടുത്ത ലൈഫ് നോക്കുന്നു. പക്ഷെ പണ്ട് നമ്മുടെയൊക്കെ അമ്മയുടെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സഹിച്ച് അവർ കുടുംബ ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. പക്ഷെ ഇന്നത്രത്തോളം വാല്യൂ ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഓപ്ഷൻ. പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങി മടങ്ങുക, അതേ ഞാനും പറയുന്നുള്ളൂ. നല്ല ഓപ്ഷനാണ്. എന്തിനാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? ഈ ഡിവോഴ്സ് വാങ്ങാതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാണോ വല്ല അവിഹിതങ്ങളിലോ ഇതിലൊക്കെ പോയി ചാടിയിട്ട് ചുമ്മാ അവസാനം നല്ല കയ്യാളെ പുറത്തിരിക്കണ തേങ്ങയുടെ അവസ്ഥ. ശകലയുടെ ഒക്കെ കേസ് കണ്ടില്ലേ? അവർക്ക് ആദ്യമേ പറ്റില്ല, ഡിവോഴ്സ് വാങ്ങിച്ച് പോകായിരുന്നു. അവസാനം വേറൊരുത്തനായിട്ട് പോയി അവിഹിതം ഉണ്ടാക്കി നാട്ടുകാരെ എടുത്തിട്ട് പൂരത്തളി, നീ ചത്താൽ മതിയായിരുന്നു എന്നായി സംസാരം. സ്വാഭാവികം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പ്രഷറിൽ ഒരുപാട് ഏതൊരു സ്ത്രീയുടെ ആണെങ്കിലും ഏതൊരു പുരുഷന്റെ ആണെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോന്നും പ്രതീക്ഷകളോടെ, നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടെയാണ്
നമ്മൾ അതിലേക്ക് വരുന്നത് അല്ലെ. പക്ഷെ ദൈവം അത് ഈ പറയുന്ന പോലെ തന്നെ ചിലർക്ക് അത് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോവാം, ചിലർക്ക് അത് നമുക്കത് ശരിയായി എന്ന് തോന്നില്ല. എപ്പോഴും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരേപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വരണമെന്നില്ല. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നും സെപ്പറേറ്റ് ആവുന്നു. അത് ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായം എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല പലപ്പോഴും സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ. കറക്റ്റ്, സത്യം അല്ലേ? 101% കറക്റ്റ്. ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു എന്താ അറിയോ, ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം, നീ ഒരു സെലിബ്രിറ്റിയാണ്, നീ ഒരു സെലിബ്രിറ്റിയാണ്, ഇത് മീഡിയ ആഘോഷിക്കും. ഓൾറെഡി മറ്റേ കല്യാണത്തിന് അഹങ്കാര പട്ടം കിട്ടിയിട്ടുണ്ട്. ഇവളുടെ അഹങ്കാരം കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് എല്ലാത്തിനും ഉപരി എൻ്റെ പേരൻസിനും ഈശ്വരനും അറിയാം റീസൺ എന്താണെന്ന്. മനസ്സിലായി? എനിക്ക് അതിനപ്പുറത്ത് വേറെ ആരെ പ്രൂവ് ചെയ്യണം? ഞാൻ വേണമെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറച്ച് പേര് കമന്റ് ഇടുന്നവരെ പേടിച്ച് വേണമെങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ ജീവിതം തകർന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ എടുത്തത് ഇവരാരെങ്കിലും എൻ്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ? ഞാൻ കരഞ്ഞ ദിവസങ്ങൾ, ഞാൻ ഡിപ്രഷൻ സ്റ്റേറ്റിൽ കൂടെ ഒരു 2-2.5 വർഷം വളരെ മോശം അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവരാരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്തിന് എൻ്റെ ലൈഫിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് തരുന്ന ഒരു ഡിസിഷൻസിന് ഞാൻ ഇവരുടെ അഭിപ്രായം എന്തിനു നോക്കണം? പക്ഷെ അങ്ങനെ പേടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതെ അതെ, നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസിനെ വെക്കണ്ട, അല്ലാതെ എത്ര പേരുണ്ട്. അതെ, കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ പേരൻസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇതെന്തോ ഒരു നാണക്കേട്, അല്ലെങ്കിൽ എന്തോ ജീവിതം തീർന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിൽക്കുന്നത് കൊണ്ടാ. ഒന്നുമില്ല, നമ്മളുടെ ലൈഫ് പോയാൽ പോയി. പക്ഷെ ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈഫ് പോയാൽ തിരിച്ചു കിട്ടൂല, ഒരാൾ പോയാൽ നമുക്ക് വേറെ തിരിച്ചു കിട്ടും. ഓക്കെ, ഇവിടെ ഗൗരി പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഞാൻ ക്യാച്ച് ചെയ്തതാണ്, ഇവിടെ തെറ്റ് ഈ പറയുന്ന മനോജ് ബേഡിൻ്റെ ഭാഗത്താണ് എന്നുള്ളൊരു രീതിയിൽ. കാരണം എനിക്കും എൻ്റെ പാരൻസിനും അറിയാം റീസൺ എന്താണെന്ന്. അത് പറഞ്ഞപ്പോൾ എനിക്ക് എവിടെയോ ഒരു ഇതടിച്ചു. അപ്പം മനോജ് എന്തോ ഉടായ്പാണ്, മനോജിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നുള്ള സെറ്റപ്പിൽ ഗൗരിയുടെ വാക്കുകളിലൊന്നും ഇവിടെ നിന്നോ ക്യാച്ചായി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആരുടെ ഭാഗത്ത് തെറ്റായാലും രണ്ടുപേരും വേർപിരിഞ്ഞു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ച് കുറ്റം പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ സാധനം വരെ നമ്മളെടുത്ത് വെച്ച് അഭിപ്രായം പറയാം, പിന്നെ അതിൻ്റെ ബാക്കി ചരിത്രങ്ങൾ തേടിപ്പം നാണം കെട്ട് നാറുന്നത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ബേസിക്കലി ഈ ഒരു ഇൻ്റർവ്യൂ ഗൗരി കൊടുത്തതേ തെറ്റ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു അനക്കമില്ല. പക്ഷെ ഇപ്പോൾ ഗൗരി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് ഇതിൽ ഈ ഒരു വാക്ക് പറയുമ്പോൾ ഈ ഇൻ്റർവ്യൂ ഉറപ്പായിട്ട് മനോജ് കാണും. മനോജ് കാണുന്ന സമയത്ത് മനോജിന് അത് കൊള്ളും. ഓക്കെ, സംഭവം അവൾ പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ പാരൻസിനും, അതായത് അവളുടെ പാരൻസിനും അവൾക്കും അറിയാം എന്താണ് റീസൺ എന്ന്. അപ്പം ഞാൻ കുറ്റക്കാരനാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കും, ചിന്തിക്കും. ഓക്കെ, ഞാനടക്കം ഇപ്പം അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പം ആ ഒരു തോട്ട് വരുമ്പോൾ നാളെ മനോജ് ഇതിനൊരു എക്സ്പ്ലനേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തമ്മിലുള്ള ചെളിവാരി അടി സോഷ്യൽ മീഡിയയിലാവും. കറണ്ടും പോയി, സത്യം. അതിനുള്ളൊരു തുടക്കമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ സംശയങ്ങൾ അധികം ഒന്നും തെറ്റാറില്ല, ഇതെല്ലാം നോക്കാം. എന്തായാലും ഇതൊരു മണ്ടത്തരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ ഗൗരി, സീരിയസ്ലി. ബാക്കിയൊക്കെ പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഇപ്പം ഇല്ലാത്തത് എനിക്കൊരു കുറവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ പേരൻസാണ്. എനിക്ക് എന്തും പറയാം അവരുടെ അടുത്ത്. അവർ ലൈക്ക് ഒരു പേരൻസിനെ പോലെ ഒരിക്കലും ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. കല്യാണം കഴിക്കണം എന്ന് ഞാനാണ് പറഞ്ഞത്. അവരൊരിക്കലും ഒരു 20-22 വയസ്സിൽ നീ കല്യാണം കഴിക്കണം, അങ്ങനെ നടക്കരുത്, അഭിനയിച്ച് നടക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കെട്ടുക, നീ ആരെങ്കിലും കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോ. ഇതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ 29ാമത്തെ വയസ്സിലാണ് ഐ മേഡ് എ ഡിസിഷൻ, ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരീഡ്. കാരണം നമ്മൾ കുറേ കഴിയുമ്പോൾ നമുക്കൊരു ആൾ കൂട്ട് വേണമെന്ന് തോന്നുമല്ലോ, മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 29 ഇയേഴ്സിലാണ് എനിക്കൊരു ബിക്കോസ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ചെറിയൊരു ലോൺലിനെസ് ഉണ്ടായിരുന്നു, മിസ്സിങ്. അപ്പം ഞാൻ ഓക്കെ കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് വേണ്ട എന്നൊരു ഘട്ടത്തിൽ എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നതാണ്. അപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ട് പോലുമില്ല എന്താ റീസൺ. ഇല്ല, ഞാനായിട്ടൊരു പോയിന്റിൽ പറഞ്ഞതാണ്. ബിക്കോസ് എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത് അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഡിസിഷൻ ആകുമ്പോൾ നമ്മുടെ പാരൻസ് ഉറപ്പായിട്ടും അവർ വിഷമിക്കും, എൻ്റെ മകൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ റീസണെങ്കിലും അറ്റ്ലീസ്റ്റ് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമ്മുടെ പാരൻസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ നമുക്കൊരു ഒരു മനസ്സിന് നമുക്കൊരു സുഖം കിട്ടും. അവരും ചിന്തിക്കുമോ അങ്ങനെയുള്ള ഒരുത്തൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മോൾ രക്ഷപ്പെട്ടില്ല എന്ന്. ഇത് മിക്കവാറും മനോജ് പേയാട്
രംഗത്ത് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒരു മനോജിനിട്ടുള്ളൊരു കുത്തുപോലത്തെ സാധനമാണ് ഇവിടെ ഈ പറയുന്ന ഗൗരി സംസാരിച്ച് വെച്ചിട്ടുള്ളത്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു, ഈ ഒരു ടോപ്പിക്കിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വലിയൊരു ആപത്തിലോട്ടാണോ ചവിട്ടിയിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. തുടർന്ന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടൊരു എക്സ്പ്ലനേഷൻ ഇട്ട് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ മിക്കവാറും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. ബാക്കി ഗൗരി പറഞ്ഞിട്ടുണ്ട്, ഒരു ലൈഫിൽ ഞാൻ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മാത്രം ലൈഫ് നിൽക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും, എനിക്ക് അതാണ് ആഗ്രഹവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. മറ്റുള്ളവർക്ക് ചിലപ്പം ഒരു വ്യക്തി മാത്രം മതിയാവില്ല എന്നുള്ളതും ഗൗരി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സോ മറ്റു വ്യക്തികൾക്ക് അതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പിന്മാറുകയാണ്. അതല്ലേ ഏറ്റവും ബെസ്റ്റ് വേ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, അതൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്, താല്പര്യങ്ങളുണ്ട്. മനുഷ്യനാണ്, താല്പര്യങ്ങൾ മാറും, ഇഷ്ടങ്ങൾ മാറും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മാറിക്കൊടുക്കുക. ഞാനത് ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം വീണ്ടും വീണ്ടും വഷളാവാണ്. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. ആ ഒരു ബന്ധം നശിപ്പിച്ച് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഞാനെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, എനിക്കൊരു ഫാമിലി വേണം എന്ന അതിയായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ബിക്കോസ് ആരും എന്നെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിച്ചതല്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പേരൻസിൻ്റെ അടുത്ത്, ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അവിടെ പോയി പെർമിഷൻ ചോദിക്കുക പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്കൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, എനിക്കെല്ലാം ഒന്നിച്ച് ചെയ്യണം. കുറച്ച് സമയം എനിക്ക് ഒന്നിച്ച് വേണം. മേ ബി ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ടിങ്ങിന് പോവുകയോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഫാമിലി ടൈം വേണം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ഒന്ന് എന്നുള്ള ഒരു ഇതില്ല, കിട്ടിയിട്ടില്ല. ഇല്ല, അതില്ല. അത് മീൻസ് അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല ഒരിക്കലും. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെ അദ്ദേഹത്തിനെ കുറ്റം പറയും? അദ്ദേഹത്തിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ച്, ഈവൻ ഷോപ്പിങ്ങിന് പോകുന്നത് പോലും നമ്മൾ ഒരുമിച്ചാണ്. വേണ്ട, ഒരു മന്ത്ലി ഒരു 2-3 ഡേയ്സ് എനിക്ക് ഒന്നിച്ചൊന്ന് കിട്ടിയാൽ ഐ എം ഹാപ്പി. പക്ഷെ അതുപോലും നമുക്ക് ദർ ഇസ് നോ പോയിന്റ് ഇൻ കണ്ടിന്യൂയിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. വെറുതെ ഒരു മാരീഡ് എന്നുള്ള ഒരു സ്റ്റേറ്റസ് നമുക്ക് ആവശ്യമില്ലല്ലോ. എനിക്കത് വേണ്ട, എനിക്കത് വേണം. സ്റ്റേറ്റസോ ലേബലോ എനിക്ക് ആവശ്യമില്ല. ആ വ്യക്തിയെയും ആ പ്രസൻസും എനിക്ക് വേണം, എനിക്ക് മാത്രമായിട്ട് വേണം. അത്രേ ഉള്ളൂ. ഞാനിനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ ബോൾഡ്നെസ്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പാർട്ട്ണറിന്റെ കൂടെ ഒരു ലൈഫ്. ഡെഫിനറ്റ്ലി എനിക്കത് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്കത് വേണം. പക്ഷെ അത് റൈറ്റ് പേഴ്സന്റെ കൂടെ ആയിരിക്കണം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എന്നെയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷൻ ആവുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഗൗരി ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫല്ല മനോജ് പേയാടിൽ നിന്നും കിട്ടിയതെന്ന് ഇവിടെ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. പുറത്ത് പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ നല്ലത്. മിക്കവാറും ഈ ഇന്റർവ്യൂ തന്നെ മനോജ് പേയാടിന് കൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. ആ സ്ഥിതിക്ക് അങ്ങനെ മിക്കവാറും ഇതിന് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻ ഇടാനും ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഗൗരി പറയുന്നത് കേൾക്കുമ്പോൾ ഗൗരി 100% പെർഫെക്റ്റ് ആണ്, അങ്ങേർക്കാണ് പ്രശ്നം, എനിക്ക് ചേർന്ന ആളല്ല അങ്ങേര്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തൊലിയാണെന്നുള്ള രീതിയിൽ പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പലരും ഇതുപോലെ ഒരു സ്റ്റാർട്ടിങ് ഇട്ട് വയ്ക്കും, അവസാനം സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചാ വിഷയം തന്നെ ആയി മാറും. മിക്കവാറും ഗൗരിയുടെ ലൈഫും ഇനിയിപ്പോൾ എക്സ്പോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കുറ്റം വിട്ടത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം മനോജിനെ താങ്ങിയതുപോലെ, മനോജ് വളരെ നല്ല വ്യക്തിയാണ്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ എന്തൊക്കെയോ അങ്ങേർക്ക് കുഴപ്പമുള്ള പോലെ അങ്ങേര് തന്നെ ചിന്തിക്കും. അങ്ങേര് ചിന്തിക്കുമ്പോൾ മൊത്തത്തിൽ അടപടലോട്ട് നീയല്ലേടി കാരണക്കാരി എന്നൊന്നും തിരിച്ച് അങ്ങേര് അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഇത്തരം ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക. മണ്ടത്തരമായി കാണിച്ചത് ഉള്ള കാര്യം പറയല്ലേ. ഇതിപ്പോൾ ആരും വന്ന് ചോദിച്ചില്ലല്ലോ, ചുമ്മാ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് കൊണയടിച്ച് മൊത്തം പറഞ്ഞു കൊടുക്കണം. ഇപ്പം നടക്കാൻ പോണ ചരിത്രം. പിന്നെ നമുക്ക് കണ്ടന്റ്. അപ്പോൾ സുലാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബാക്കി പിന്നെ ശേഷം ഭാഗം സ്ക്രീനിൽ കറണ്ട് വന്ന്. ശരി, ബൈ.